ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡെൽഡാസ് വ്ലോഗ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് പോകുന്നത് ലോട്ടസ് ടെമ്പിളിലേക്കാണ്. അതിൻ്റെ രൂപം കണ്ടാൽ തന്നെ കറക്റ്റ് ലോട്ടസ് ടെമ്പിൾ ലോട്ടസിനെ പോലെ തന്നെ ഉണ്ടാകും. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ലോട്ടസ് ടെമ്പിളിലേക്ക് 2.5 മണിക്കൂർ യാത്രയുണ്ട് ഗൈസ്. ഞങ്ങൾ പോണ വഴിക്ക് ഫുള്ളും ട്രാഫിക് കാരണം ഞങ്ങൾ വൈകി ഉച്ചയ്ക്കാണ് എത്തിയത്. ഞങ്ങൾ അവിടെ എത്തിയത് ഒരു 11 മണിക്കാണ്. ഞങ്ങൾ എത്തിയപ്പോൾ കണ്ടത് നിറച്ച് കടകളായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഡൽഹിയിൽ നല്ല ചൂടാണ്, നല്ല വെയിലാണ് എന്നൊക്കെ. ഭയങ്കര വെയിലായിരുന്നു ഗൈസ്. ഈ ലോട്ടസ് ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് ഫുഡ് അലൗഡ് അല്ല. ഞാനൊരു പാക്കറ്റ് ലേസ് കൊണ്ടുവന്നപ്പോൾ ഫുഡ് ഇവിടെ അലൗഡ് അല്ല എന്ന് പറഞ്ഞ് ഞാൻ പുറത്തുനിന്ന് ആ ലേസ് ഫുള്ളും കഴിച്ച് കഴിഞ്ഞിട്ട് ഇവരെന്നെ കയറ്റുകയുള്ളൂ. ബാഗ് ഫുള്ളും അവർ ചെക്ക് ചെയ്തിട്ടേ ഇതിലേക്ക് വിടത്തുള്ളൂ. ദൂരെ ആ പച്ചപ്പിൻ്റെ നടുക്ക് ആ ലോട്ടസ് ടെമ്പിൾ വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു. ഉച്ചയായാലും അവിടെ ആൾക്കാരുടെ തിരക്കിനൊരു കുറവില്ല ഗൈസ്. നല്ല തിരക്കുണ്ടായിരുന്നു. ഒരുപാട് ദൂരം ആ വെയിലത്ത് നടന്നാണ് ലോട്ടസ് ടെമ്പിളിലേക്ക് കയറേണ്ടത്. ഇത് കണ്ടപ്പോൾ സിഡ്നിയിലെ ഒപ്പേര ഹൗസ് പോലെ എനിക്ക് തോന്നി. അതിനും ഇതിനും ചെറിയൊരു സാദൃശ്യമുള്ള പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ മെയിൻ ഗേറ്റിൽ നിന്ന് ലോട്ടസ് ടെമ്പിളിലേക്ക് പതിയെ മെല്ലെ നടക്കാൻ തുടങ്ങി. ഭയങ്കര വെയിലായിരുന്നു. അതുകൊണ്ട് ഷോളൊക്കെ ഇട്ടിട്ടാണ് നടന്നത്. പോകുന്ന വഴിക്ക് ഫ്ലൈറ്റും പറക്കുന്നത് കണ്ടു. ഇത്രയും വെയിലായിട്ടും ഇത്രയും നല്ല ചൂടായിട്ടും ആ പച്ചപ്പിനൊരു കുറവില്ല. പച്ചപ്പ് അതേപോലെ ഉണ്ട്. അവിടുത്തെ ആ സെക്യൂരിറ്റി, അവിടുത്തെ ആൾക്കാരൊക്കെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അത് കണ്ടപ്പോൾ വളരെ അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഗൈസ്, ഞങ്ങൾ മെല്ലെ ലോട്ടസ് ടെമ്പിളിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു ലോട്ടസ് ടെമ്പിളിലേക്കുള്ള മെയിൻ വഴി കൂടിയാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ലോട്ടസ് ടെമ്പിളിലേക്ക് ചെരുപ്പ് അലൗഡല്ല. ചെരുപ്പ് ഊരിയിട്ടാണ് നടക്കേണ്ടത്. അവിടെ മാച്ച് ഉള്ളതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. മാച്ച് ഇല്ലെങ്കിൽ ആ കല്ല് ഭയങ്കര ചൂടാണ്. ആ ചൂട് കല്ലിൻ്റെ മുകളിൽ കൂടി നടക്കേണ്ടി വന്നേനെ. അതിന് വേണ്ടി അവർ മാറ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് പോയപ്പോൾ വളരെ വലുതായിരുന്നു. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും സ്വിമ്മിംഗ് പൂൾ പോലെ ഒരു കുളം പോലെ ഉണ്ടായിരുന്നു. അതിനായിട്ട് ഒരുപാട് കോയിൻസൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. സെക്യൂരിറ്റിയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഗൈസിനുള്ളിൽ ആദ്യം കുറച്ച് പേരെ കിട്ടും, അതിൽ തിരക്ക് ഒഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പേരെ കയറ്റും. അങ്ങനെ ഞങ്ങൾ കയറി പോണ വഴികളെ ഭയങ്കര വെയിലാട്ടോ. ഈ വെയിൽ കൊണ്ട് അടിയത്തെ ആ തറകളെല്ലാം നല്ല ചുട്ട് പഴുത്തിരിക്കുന്നു. അതിൻ്റെ മേളിൽ ഈ നടക്കുന്ന മാറ്റ് ഇട്ടുകൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ ഞങ്ങളുടെ കാൽ പൊല്ലി ഒരു പരിഭവമാണ്. അപ്പോൾ ദൂരത്തു നിന്നുള്ള പോലെ അല്ല ഈ ഒരു ലോട്ടസ് ടെമ്പിളിൻ്റെ വ്യൂ. അടുത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായി നല്ല വലുതാന്ന്. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഗാർഡുകളൊക്കെ ഞങ്ങളെ ഓരോരോ വരവരയായിട്ട് ഞങ്ങൾ നിർത്തി. അവിടുത്തെ സെക്യൂരിറ്റി ലോട്ടസ് ടെമ്പിളിനെ കുറിച്ച് ഒരുപാട് ജീവചരിത്രങ്ങൾ പറഞ്ഞു. ലോട്ടസ് ടെമ്പിളിൻ്റെ ഉള്ളിൽ എക്കോ ഉള്ളതുകൊണ്ട് ഫോണൊക്കെ സൈലൻസ് ആക്കണം, ഉള്ളിൽ നിശബ്ദതയായിരിക്കണം, സൈലൻസ് ആയിരിക്കണം, ഒച്ചയൊന്നും വെക്കാൻ പാടില്ല എന്നൊക്കെ വിവരങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ആ ചുട്ട വെയിലത്തുനിന്ന് ഇതിലേക്ക് വന്നപ്പോൾ എന്താ തണുപ്പ്! ഈ മാർബിൾ രാജസ്ഥാനിൽ കൊണ്ടുവന്ന കാരണമാണ് ഇത്രയും തണുപ്പ്. വളരെ മനോഹരമായിരുന്നു അതിൻ്റെ ഉള്ളിൽ. ആ ചെയർ ഉണ്ടാക്കിയതും മാർബിൾ വെച്ചാണ്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. നിങ്ങൾ ഡൽഹിക്ക് വരുമ്പോൾ ലോട്ടസ് ടെമ്പിളിലേക്ക് കയറാതെ നിങ്ങൾ പോകരുത്. വളരെ മനോഹരമായ കാഴ്ചയും ഒരുപാട് പഠിക്കാൻ പറ്റിയ കാഴ്ചയും എല്ലാമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇത്രയും ലോട്ടസ് ടെമ്പിളിലെ വിശേഷം. അടുത്ത വിശേഷമായി അടുത്ത വീഡിയോയിൽ വരാം. ബൈ.